ഗൈസ്, പ്രകമ്പന മൂവി ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, കിട്ടില്ല. ഫൺ പാക്റ്റും പടം എന്ന് പറയാം. നല്ല കിട്ടില്ല, വെടിക്കെട്ട്. I could do this all day, I could do this all night, all month, all year for my... ഈ മൂവിയുടെ റിവ്യൂസ് അധികം പേരൊന്നും ഇട്ടിട്ടില്ല. എസ്പെഷ്യലി ഷസാം ഒന്നും ഇതിൻ്റെ മൂവിനെ പറ്റി റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല. മേ ബി പുള്ളി കണ്ടു കാണത്തില്ലായിരിക്കും. എന്തായാലും ഈ മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കണ്ടിരിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. അത്ര കിട്ടിലുമായിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. മൂവി എന്ത് സ്റ്റൈലാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് രോമാഞ്ചം മൂവി ഇഷ്ടമാണ്. സോ രോമാഞ്ചം മൂവി ഇഷ്ടമാണെങ്കിൽ ആ ഒരു സ്റ്റൈൽ പടമാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അതിനും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂറാണ് ഈ ഒരു മൂവി ഉള്ളത്. പിന്നെ ഇതിൽ വലിയ സൂപ്പർ സ്റ്റാർസ് ആയിട്ട് ആരുമില്ല. ഇതിലെല്ലാം യങ്സ്റ്റേഴ്സാണ്. ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ, നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടുവരുന്ന ഇൻഫ്ലുവൻസർ അല്ലമീൻ. സോ ഇങ്ങനെയുള്ള കുറച്ച് പേരാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ കിടിലമായിട്ട് എല്ലാവരും തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണെന്ന് തന്നെ പറയാം. നല്ലൊരു മൂവി. നമ്മൾ 2 മണിക്കൂർ എങ്ങനെ പോകുന്നതെന്ന് അറിയത്തില്ല. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള കോമഡി ഒരു രക്ഷയില്ല. ഫൺ പാക്ഡ് മൂവി എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ധൈര്യത്തോടെ പോയിരുന്നു കാണാൻ പറ്റും. സോ മൂവി എന്ത് ടൈപ്പാണെന്ന് നമുക്ക് നോക്കാം. മൂവി എന്ത് ടൈപ്പാണെന്ന് വെച്ചാൽ, ഒരു ഫുൾ ഫണ്ണാണ്. ഫൺ എലമെൻറ്റ്സ് ഉണ്ട്. അതിൽ കുറച്ച് ഹൊററുണ്ട്. നമ്മുടെ സർവമായ പോലെ ഒരു കോമഡി ടൈപ്പ് ഹൊറർ, അല്ലാതെ പണ്ടത്തെ പോലെ വെള്ളം സാരി പിടിച്ചിരുന്ന പറയുന്നത് അങ്ങനത്തെ ഒരു ഹൊററല്ല. ഫൺ പാക്ഡ് ഹൊറർ. നമ്മൾ രോമാഞ്ചത്തിലെ ഹൊറർ കണ്ടിട്ടുണ്ട്. സോ അതിനേക്കാളുമൊക്കെ നല്ലൊരു കോമഡി ആയിട്ടുള്ളൊരു ഹൊറർ മൂവി എന്നും കൂടെ ആണെങ്കിൽ പറയാം. പിള്ളേരെയൊക്കെ കൊണ്ടുപോയി അവർക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെടും. കാരണം ചിരിക്കാൻ അത്രത്തോളം ഉണ്ട്. ചിരിച്ചൊരു പരിവാവും തിയേറ്ററിൽ. സോ നിങ്ങൾ മസ്റ്റായിട്ട് പോയി കാണണമെന്ന് ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ ഭയങ്കര വലിയ ഹീറോസുള്ള പടം നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കേണ്ട, നിങ്ങൾ ഇതിൽ ധൈര്യമായിട്ട് കയറിക്കോ. വേർത്താണെന്ന് പറയാം. നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നതിന് വേർത്തായിട്ടുള്ളൊരു മൂവിയാണ്. ഞാൻ കാണണമെന്ന് വിചാരിച്ചൊരു പടമല്ല. ഞാൻ ലാസ്റ്റ് ഡേ നമ്മുടെ വലതുവശത്തെ കള്ളൻ പോയി കണ്ട്. ആ ടൈം ഞാൻ ഇത് കാണണോ അത് കാണണോ എന്ന് വെച്ചിട്ട് അത് പോയി കണ്ട ഒരു വ്യക്തിയാണ്. എനിക്ക് അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അതിനേക്കാളും നല്ലത് ഇതാണെന്നാണ് എനിക്ക് തോന്നിയത്. സോ നല്ലൊരു പടം ഗൈസ്. സോ സ്റ്റോറി ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫൺ പാക്ഡ് വിത്ത് ഹൊറർ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു മൂവിയാണ്. സോ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ടിങ് കുറച്ച് സ്ലോ പേസിൽ പോയിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഫണ്ണും ഹൈയൊക്കെ തന്ന് നിൽക്കുന്ന ഒരു ഇൻ്റർവെൽ വരെ നിർത്തുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫ് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള, നമ്മൾ എഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് നമ്മൾ ഇരുന്ന് കണ്ട് ആസ്വദിക്കുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് വന്നിരിക്കുന്നത്. ക്ലൈമാക്സ് നല്ലൊരു ലോജിക്കലി ഓക്കെ ആയിട്ടുള്ളൊരു ഹാപ്പി എൻഡിങ് ഉള്ള ഒരു ക്ലൈമാക്സാണ്. നമുക്ക് പറ്റും, കണ്ടിരുന്ന് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്റ്റോറിയാണ്. സോ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ഗണപതി, നമ്മുടെ പുള്ളിക്കാരൻ ഗണപതി അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സാഗർ സൂര്യ, അല്ലമീൻ, അവർ 3 പേരാണ് മെയിൻ ലീഡ് റോളിൽ വരുന്നത്. പിന്നെ നമ്മുടെ രാജേഷ് മാധവനുണ്ട്. പിന്നെ ആക്ട്രസ് ആയിട്ട് ശീതൽ ജോസഫ് എന്ന് പറയുന്നൊരു കുട്ടിയാണുള്ളത്. പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ കലാഭവൻ നവാസ് സാറിൻ്റെ ലാസ്റ്റ് മൂവിയാണെന്ന് തോന്നുന്നു ഇത്. അപ്പം പുള്ളിയുടെ ഒരു നല്ലൊരു റോൾ ഇതിലുണ്ട്. പിന്നെ അസീസ് നെടുമങ്ങാടുണ്ട്. പുള്ളി ഉണ്ടെങ്കിൽ അറിയില്ലോ, കോമഡി എന്തായാലും കാണുമല്ലോ. അങ്ങനെ കുറച്ച് പേരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസറായ ടാർസൻ എന്നൊക്കെ പറയത്തില്ലേ, ഐ ആം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ വരുന്ന ടാർസൻ, പുള്ളിയുടെ ഒറിജിനൽ നെയിം എനിക്കറിയത്തില്ല. ആരെങ്കിലും അറിയുമെന്ന് കമൻറ്റ് ചെയ്യും. പുള്ളി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു റോളാണ് പുള്ളിക്കും കൊടുത്തിരിക്കുന്നത്. പുള്ളി അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ റൈറ്റർ വിജേഷ് പനത്തൂർ എന്ന് പറയുന്നൊരു പുള്ളിയാണ്. പ്രൊഡ്യൂസർ ശ്രീജിത്ത് KS, പിന്നെ കാർത്തികേയൻ, പിന്നെ മ്യൂസിഷ്യൻ ബിബിൻ അശോക്. മ്യൂസിക്കൊക്കെ പെർഫെക്റ്റ്. നമുക്ക് ആ ഒരു ഹൊറർ മൂവി അല്ലെങ്കിൽ ഒരു ഫൺ മൂവിയിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ മ്യൂസിക്, ഒട്ടും ബോറിംഗ് അല്ല. സിനിമാറ്റോഗ്രാഫർ ആൽബി ആൻ്റണി എന്ന് പറയുന്നത്. മേക്കിംഗ് ഒക്കെ കിട്ടില്ലോണ്. ഇതിൽ കുറച്ച് VFX സീൻസൊക്കെ ഉണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് സംഭവം എത്തുമ്പം. അതൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് VFX ആണെന്ന് തോന്നുന്നത്, നമ്മളൊരു ഇംഗ്ലീഷ് പടം കാണുമ്പോൾ ഉള്ള ആ ഒരു ബ്ലെൻഡിങ് ഒക്കെ ഇതിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എത്ര പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എഡിറ്റർ സൂരജ് എന്ന് പറയുന്ന പുള്ളി, എഡിറ്റിങ്, മ്യൂസിക്, മേക്കിങ് ഫുൾ പക്കയാണ്. ഇത് ഞാൻ OTTയിൽ റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയിരുന്ന് ഫാമിലി ആയിട്ട് കണ്ട് ചിരിക്കേണ്ട ഒരു പടമാണ്. സോ ഇത് ഞാൻ OTTയിൽ റെക്കമെൻഡ് ചെയ്യത്തേ ഇല്ല. കാരണം അത്രയ്ക്ക് ഉണ്ട്. ഇതിൻ്റെ മേക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ അത് പോയിരുന്ന് കാണണം. ഇതിൻ്റെ ഒരു സ്റ്റോറിയിലെ സ്റ്റൈലെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അടികപ്പിയരെ കൂട്ടമണിയില്ലേ, സിമിലർ അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ഇതിൻ്റെ സ്റ്റോറിയുടെ സംഭവങ്ങളൊക്കെ വരുന്നത്.
സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഔട്ട് ഓഫ് 5 ഈ ഒരു മൂവിക്ക് 4.2 കൊടുക്കുകയാണ്. കാരണം ഞാൻ മൂവി കാണാൻ പോകുന്നത് എൻ്റർടൈൻമെൻറ്റിനാണ്, അവിടെ ചിരിക്കാനാണ്, നല്ല സ്റ്റോറി ആണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനാണ്. സോ എനിക്ക് ഈ ഒരു മൂവി തോന്നിയത് ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു മൂവി, നമുക്കൊരു ഹാപ്പിനെസ് എന്ന് നമ്മളൊന്ന് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു മൂവിയാണ് ഈ പ്രകമ്പനം എന്ന് പറയുന്നത്. സോ നിങ്ങൾ എല്ലാവരും പോയി വാച്ച് ചെയ്യുക. നിങ്ങളിപ്പം ടിക്കറ്റ് നോക്കട്ടെ, നിങ്ങൾ കൊള്ളില്ല എന്നാരും പറയത്തില്ല ഈ പടത്തിന്, ഞാൻ ഗ്യാരണ്ടി പറയാം നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്കൊക്കെ ഇത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി കൺസെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് കുട്ടികളാണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും കുറച്ചുകൂടെ വലിയ അഡൾട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല, നല്ല രസത്തിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ് പ്രകമ്പനം. ഈ മൂവി എന്തുകൊണ്ട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിഞ്ഞൂടാ. യൂട്യൂബേഴ്സിൽ മിക്കവരും ഇതിൻ്റെ റിവ്യൂ ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ നമ്മൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുമ്പം ഔട്ട് ഓഫ് 10 9.2 റേറ്റിംഗ് ഉണ്ട്. കാരണം അത്രയും നല്ലൊരു പടമാണ്, അതുകൊണ്ടാണ് റേറ്റിംഗ് ഉള്ളത്. ബട്ട് യൂട്യൂബേഴ്സ് പലരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവർ മേ ബി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആരും അഭിനയിക്കാത്തത് കൊണ്ടും അവർ കാണാത്തത് കൊണ്ടും ആയിരിക്കാം. ബട്ട് ഞാൻ പറയുകയാണ്, സൂപ്പർ സ്റ്റാർസ് ആരും വേണ്ട, ഈ 3 പേര് മതി. ഗണപതി, സാഗർ സൂര്യ, അല്ലമ്മി. കിട്ടില്ല സംഭവമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഓരോ സീക്വൻസിലും നമ്മൾ ചിരി വന്നു പോകും. നമുക്ക് ഫസ്റ്റ് ഹാഫ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്കൊരു ലാഗ് തോന്നാം, ബട്ട് അതൊരു 20 minutes ഒക്കെ കഴിയുമ്പം തന്നെ സിനിമ അങ്ങ് മാറും, വേറെ ലെവലാവും. പിന്നെ നമുക്ക് ഏകദേശം കഥകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, ബട്ട് ക്ലൈമാക്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നല്ല. നമ്മൾ രോമാഞ്ചത്തിലൊക്കെ കണ്ട പോലത്തെ ഒരു ക്ലൈമാക്സ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമാക്സ് ഇല്ല. ബട്ട് ഇറ്റ്സ് ടു ഗുഡ്, കിട്ടില്ല സംഭവം. അപ്പം നല്ലൊരു പടം. എല്ലാവരും വീക്കെൻഡോ വീക്ക് ഡേയോ നൈറ്റോ മോർണിംഗോ എപ്പോഴാന്ന് വെച്ചാൽ പോയിരുന്ന് കണ്ടോ, വെർത്താണ് പടം. സോ നമ്മുടെ ചാനലിൽ ഒരു വിവോ X300 Proയുടെ ഗിവ് അവേ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫെബ്രുവരി മന്ത് ഗിവ് അവേയുടെ വീഡിയോ പോയി കണ്ട് അതിൽ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും ആ വിവോ X300 Pro കിട്ടുന്നത്. സോ ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതൊരിക്കലും സീ ബൈ. Keep it on the level. I'm climbing up the ladder while you in the other shovel.